കാസർഗോഡ് മടിയനിൽ കുളത്തിന് സമീപം കളിക്കുന്നതിനിടെ 2 കുട്ടികൾ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. മാണിക്കോ തസീസിന്റെ മകൻ അഫാസ്, മടിയൻ സ്വദേശി ആഷിം എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അൻവറിനെ മംഗലാപുരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുളത്തിൽ വീണ ചെരുപ്പെടുക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ഈ കുട്ടികൾ മാത്രമായിരുന്നോ ഈ കുളത്തിനടുത്തുണ്ടായത്? പ്രജിൻ, ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് 3:45 ഈ അപകടം ഉണ്ടാവുന്നത്. 3:45 ഈ അപകടം ഉണ്ടാവുന്നത്. കുട്ടികൾ മാത്രമായിരുന്നു. ഇത് പാലക്കി പഴയ പള്ളിയാണ്. പഴയ പള്ളിയുടെ കുളമാണ്. അടച്ചുറപ്പുള്ള സ്ഥലമാണ്. പക്ഷേ പകൽ സമയങ്ങളിൽ ഈ കുളത്തിലേക്കുള്ള ഗേറ്റ് അത് തുറന്നിടും. കാരണം ഇവിടെ ഉസ്താദുമാർ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നുണ്ട്. അവർക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് തുറന്നിടുന്നത്. കുട്ടികൾ എത്തിയത് പള്ളിയിലുള്ള ആളുകളും കണ്ടിരുന്നില്ല. നിസ്കരിക്കാനുള്ള സമയമായിരുന്നു, ബാങ്ക് കൊടുത്ത സമയമായിരുന്നു. ആ സമയത്താണ് കുട്ടികൾ ഇവിടേക്ക് എത്തിയത്. 5 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിൽ 3 പേരാണ് ഈ കുളത്തിലേക്ക് വീണത്. അതിൽ അവരുടെ ചെരുപ്പുകൾ ഇവിടെ കിടക്കുന്നത്. ആ ചെരുപ്പ്, ഒരു കുട്ടിയുടെ ചെരുപ്പ് കുളത്തിലേക്ക് വീണതാണ്. ഈ മറ്റു കുട്ടികൾ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്ന് കരുതുന്നുണ്ട്. 3 കോൽ ആഴമുണ്ട് കുളത്തിനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിച്ചവരുടെ പേര് അഫാസ്, ആഷിം എന്നിവരാണ്. മാണിക്കോത്തെ സ്വദേശിയാണ് ഈ അഫാസ്. ആഷിം കുടക് സ്വദേശിയാണ്. ആഷിമും അൻവറും സഹോദരന്മാരാണെന്ന് പറയുന്നുണ്ട്. കുടക് സ്വദേശികളാണ്. അവർ ഇവിടേക്ക് വിരുന്നു വന്നതാണ്. അൻവറിനെ ഗുരുതരമായ പരിക്കുകളോടുകൂടി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഇത്? ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 3:45 ടൈമോട് കൂടി ഞങ്ങൾ പള്ളിയിലിരുന്ന സമയത്ത്, പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ 3 കുട്ടികൾ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രായമായ 2 പേരെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അവരെന്താ വെച്ചെങ്കിൽ അവർ കഴിയുമ്പോൾ ശ്രമിച്ചവർ കാണുന്നില്ല. അങ്ങനെ ഞാൻ എന്താ വെച്ചെങ്കിൽ വേറെ 2 ചെറുപ്പക്കാർ ഓടി വന്ന് 2 പേരെ പുറത്തെടുത്ത്. അവർക്ക് നല്ല ശ്വാസം ഉണ്ടായിരുന്നു. അതിന് ഒരു കുട്ടി കുറച്ച് ചളിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അവർ 2 ആളെ കൊണ്ടുപോയി. മറ്റേ കുട്ടിനെ കിട്ടുമ്പോൾ ഏകദേശം അരമണിക്കൂർ ലേറ്റായി. ആ കുട്ടിക്ക് ചെറിയ ശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേര് മരിച്ചെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇത് ചെരുപ്പ് എടുക്കാൻ ശ്രമത്തിലാണ് അവർ വീണ് നമ്മൾ തോന്നുന്നു. വേറെ 5 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി കയറിയിട്ട് വീട്ടിൽ പോയിരുന്നു, ഉമ്മാനോട് പോയി പറഞ്ഞ്. മറ്റേ ഈ മരിച്ച ഒരു കുട്ടിൻ്റെ അനുജൻ പള്ളിയിൽ വന്ന ആൾക്കാരോട് പറഞ്ഞ് അവർ കുറെ ശ്രമിച്ച് അവർക്ക് കിട്ടിയില്ല. ശരി, അതിപ്പോൾ കുളത്തിൽ വീണ ചെരുപ്പ് എടുക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ ചികിത്സയിലാണ്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത്.